നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്യാപ്റ്റൻ അല്ല കോപ്പാണെന്ന് കൂടെയുള്ളവർ പറഞ്ഞു തുടങ്ങി. ഇനിയെങ്കിലും വീട്ടിൽ കുത്തിയിരുന്നു കൂടെ. പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് തോറ്റ് തുന്നം പാടിയതെന്ന് പാർട്ടിയിൽ പൊട്ടിത്തെറി ശക്തമാണ്. അഹങ്കാരം, വാക്കിലും പ്രവൃത്തിയിലും നടപ്പിലും അഹങ്കാരം. ജനങ്ങൾ ഒടിച്ചുകുത്തി മൂലക്കിരുത്തിയത് തന്നെയാണ്. പിണറായിയെ വലിച്ചു കീറി മുൻ മന്ത്രി പി രാജീവും ചിലതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ തെരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ തന്നെ പറ്റിയ അബദ്ധമായിരുന്നുവെന്നാണ് രാജീവ് ഇന്ന് തുറന്ന് സമ്മതിക്കുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരിച്ചടിയായതായിട്ട് CPM നേതാവ് പി രാജീവ് കൂടി വെളിപ്പെടുത്തുമ്പോൾ പാർട്ടിയിലെ പുകച്ചിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. EMSന്റെ ലോകം ദേശീയ സെമിനാർ വേദിയിൽ വെച്ചായിരുന്നു പി രാജീവ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പിണറായിയുടെ PR ടീമിൻ്റെ വാചകമായിരുന്നു ഈ ക്യാപ്ഷൻ തന്നെ. അതിൽ നിറഞ്ഞു നിന്നത് ധാർഷ്ട്യമായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട്, ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടടാ എന്ന ജനങ്ങളെ അടിമകളാക്കിയ അഹങ്കാരം നിറഞ്ഞ വാക്ക്. ജനം പറഞ്ഞു UDF ഉണ്ടെന്ന്. വിജയത്തിന് ശേഷം UDFന്റെ വാചകം ഇങ്ങനെയായിരുന്നു. ഇന്ന് രാജീവ് കൂടി ഈ ക്യാപ്ഷനെതിരെ തുറന്നടിച്ച് ചില വെളിപ്പെടുത്തലുകൾ പറയുമ്പോൾ പിണറായിക്കിട്ടുള്ള താങ്ങാണ് വ്യക്തമായി പുറത്തേക്ക് വരുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്നാണ് പാർട്ടിയിലെ മുഴുവൻ വിലയിരുത്തൽ. ആളുകൾക്കിടയിൽ അത് മറ്റൊരു ബോധം രൂപപ്പെടുത്തി. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും രാജീവ് തുറന്നടിച്ചു. അടിമുടി സംഘടനാ ദൗർബല്യമുണ്ടെന്ന് സമ്മതിക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട്. സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ജില്ലാ, ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലം വരെ എത്തിച്ച് പ്രാവർത്തികമാക്കുന്നതിൽ ഓരോ ഘടകത്തിൻ്റെയും നേതൃത്വത്തിന് പോരായ്മയുണ്ടായി. ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ച് കമ്മിറ്റികളിൽ പലർക്കും ധാരണയില്ല. ഈ ദൗർബല്യം കേരളത്തിലെ എല്ലാ ഘടകത്തിലുമുണ്ട്. ഇത്രയും കനത്ത പരാജയം മുൻകൂട്ടി കാണുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടുവെന്നും നേതൃത്വം തുറന്ന് സമ്മതിച്ചിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. അതായത് പി രാജീവിനെ പോലെയുള്ള നേതാക്കൾ CPMനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഇവർക്കെതിരെയൊക്കെ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമായിരുന്നു ബാക്കി എല്ലാ നേതാക്കളും അനുഭവിച്ചത്. അതായത് സ്ഥാനാർത്ഥികളായി നിന്നവരെല്ലാം ആടപടലം 8 നിലയിൽ പൊട്ടി ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പി രാജീവൊക്കെ മികച്ച നേതാക്കളാണ്. എന്നിട്ട് പോലും അവരൊക്കെ തോറ്റ് തുന്നം പാടിയത് പിണറായി വിജയനോടുള്ള എതിർപ്പാണ് എല്ലാ സ്ഥാനാർത്ഥികളെയും തിരിച്ചടിച്ചത്. ഇപ്പോൾ രാജീവ് അത് തുറന്ന് സമ്മതിക്കുകയാണ്. അതായത് LDFന്റെ ക്യാപ്റ്റൻ തന്നെ അബദ്ധമായിരുന്നുവെന്ന് പി രാജീവ് തുറന്നു പറയുമ്പോൾ ക്യാപ്റ്റൻ തന്നെ അബദ്ധമാണ് എന്നുള്ള പറയാതെ പറച്ചിലാണ്. പയ്യന്നൂരും തളിപ്പറമ്പിലും പാളിയെന്ന് CPM ഇപ്പോൾ തുറന്നടിക്കുന്നുണ്ട്. തോൽവിയുടെ കാരണം വാട്സാപ്പിൽ അറിയിക്കാം എന്നൊക്കെയാണല്ലോ MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി യോഗങ്ങളിൽ പറഞ്ഞിട്ട് നിങ്ങൾ തിരുത്തുന്നില്ല, പിന്നെ വാട്സാപ്പിൽ ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കാനാണ് എന്ന് ഗോവിന്ദനെ വലിച്ചു കീറിക്കൊണ്ടാണ് പലരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയത്തിന് പാർട്ടി കണ്ടെത്തിയ 12 കാരണങ്ങളുണ്ട്. SIR ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും CPMനെതിരെ ഉപയോഗിച്ചു. SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന കുപ്രചാരണം ന്യൂനപക്ഷത്തെ ഇടത് ചേരിയിൽ നിന്ന് അകറ്റിയെന്നാണ് ഒരു കണ്ടെത്തൽ. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തിയെന്ന്, അതാണ് മറ്റൊരു കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ BJPക്ക് 6% വോട്ട് കുറഞ്ഞു. ഈ വോട്ട് 30 മണ്ഡലങ്ങളിൽ UDFന് ലഭിച്ചു. കോൺഗ്രസും BJPയും പണമൊഴുക്കി. BJP ക്ഷേത്ര ഭാരവാഹികളെ സ്വാധീനിച്ചു. വോട്ടർമാരുടെ ബാങ്ക് വായ്പകൾ അടച്ചു തീർത്തു. സർക്കാരിന്റെ നേട്ടം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ. വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തിയ കള്ളപ്രചാര വേല വേണ്ടത്ര പ്രതിരോധിക്കാനായില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. തീരുമാനം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിക്കും പിഴച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ വേണ്ടത്ര ഊക്കോടെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ല എന്ന തോന്നൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഇത് സംശയം ദൂരീകരിക്കാനായില്ല. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. സംഗമം സർക്കാരിൻ്റെതാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടതും തിരിച്ചടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെതിരെ തുടക്കത്തിൽ തന്നെ പാർട്ടി കർശന നടപടി എടുത്തില്ല എന്ന പ്രചാരണം LDFനെ ബാധിച്ചു. താഴെ തട്ടുവരെ പാർട്ടിക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ടായി. 10 വർഷമായ സ്ഥിതിക്ക് ഇനി മാറ്റം വരട്ടെ എന്ന ചില
സാഹിത്യ നായകരുടെ അഭിപ്രായ പ്രകടനം ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു. ഇങ്ങനെ നീളുകയാണ് തോൽവിയുടെ കാരണങ്ങൾ CPM കണ്ടെത്തിയത്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും പിണറായി വിജയനും MV ഗോവിന്ദനും പിഴച്ചു എന്ന് ഒരു വാക്ക് എഴുതി ചേർക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഇല്ല. പക്ഷേ താഴെ തട്ടിൽ നിന്ന് എല്ലാവരും കൃത്യമായി നേതൃത്വത്തിന് തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിച്ചു. MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും പേരെടുത്ത് വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ വിമർശനങ്ങൾ അത്രയും. പക്ഷേ അത് അങ്ങ് നേതൃത്വത്തിന്റെ കയ്യിലേക്ക് എത്തിയപ്പോൾ പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും ഒക്കെ പേര് വെട്ടി. എല്ലാം സംഘടനാപരമായ ദൗർബല്യമാക്കി അങ്ങ് മാറ്റി. അടപടലം പൊട്ടി പാളീസായത് പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്തിൽ കണ്ടെത്തിയിരിക്കുന്ന, അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരാണ് എന്നുള്ള തോന്നലുണ്ടായെന്ന്. എങ്ങനെയാ തോന്നലില്ലാതിരിക്കും? ദേവസ്വം ബോർഡായിരുന്നു പരിപാടി നടത്തിയിരുന്നതെങ്കിൽ ദേവസ്വം ബോർഡുകാരായിരിക്കണ്ടേ വേദിയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ നിറഞ്ഞു നിന്നത് ആരാണ്? പിണറായി വിജയനായിരുന്നു. കണ്ട ഫ്ലെക്സിലെല്ലാം പിണറായി വിജയന്റെ തലയായിരുന്നു. മാത്രമല്ല വേദിയിൽ കൈ ഉയർത്തിപ്പിടിച്ച് നിന്നത് ആരൊക്കെയാണ്? പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും. പിന്നെ എങ്ങനെയാണ് ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയായി ജനങ്ങൾ കാണുന്നത്? സർക്കാരിന്റെ പരിപാടി തന്നെയായിരുന്നു. അത് അടപടലം പൊളിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് കൊണ്ടിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇന്നിപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണ് എല്ലാവരും പലതും വെട്ടിത്തുറന്ന് പറയുന്നത്. MV ഗോവിന്ദനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച് ഇപ്പോൾ MA ബേബി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നു എന്നാണ് ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി വിമർശനം നടത്തിയത്. ഈ ബേബിയോട് ചോദിക്കാനുള്ളത്, തളിപ്പറമ്പിൽ ശ്യാമളയെ നിർത്തണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ എന്തുകൊണ്ട് അന്ന് നിങ്ങൾ അതിനെ എതിർത്തില്ല? ഇന്നിപ്പോൾ തള്ളിപ്പറയുന്ന ഈ ഒരു വീറും വാശിയും അന്ന് എന്തുകൊണ്ട് കാണിച്ചില്ല? മലപ്പുറത്ത് നടന്ന EMSന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു MA ബേബി ചിലതൊക്കെ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തി. എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു എന്നായിരുന്നു ചോദ്യം. ഇതിനോട് പ്രതികരിക്കവെയാണ് ബേബി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ചത്. ഒരാൾ സ്വന്തം അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കാറുണ്ട്. അത്തരം പ്രചാരണങ്ങളുടെ പിന്നാലെ പാർട്ടി പോകേണ്ടതില്ല. എന്നാൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകുമെന്ന് തോന്നുകയാണെങ്കിൽ അതൊഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ നേതാവ് തന്നെ മുൻകൈ എടുക്കുന്നതാണ് ശരിയായ രീതിയെന്ന് MA ബേബി വിശദീകരിച്ചു. കണ്ണൂരിലുണ്ടായ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായില്ല എന്ന സ്വയം വിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുകയും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും MA ബേബി പറഞ്ഞു. വിഷയത്തിൽ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നുവെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. UDFന്റെ കാര്യത്തിൽ അച്ഛൻ, മകൻ, ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ബന്ധങ്ങളുള്ള ഒട്ടേറെ പേർ സ്ഥാനാർത്ഥികളാകുകയും വിജയിക്കുകയും ചെയ്തിട്ടും മാധ്യമങ്ങൾ അത് പ്രശ്നമാക്കാറില്ല. എന്നാൽ CPMൽ അത്തരത്തിലുള്ള ആക്ഷേപം വന്നത് 2-3 കേസുകളിൽ മാത്രമാണെന്നും MA ബേബി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാമതായി ജനസേവകരാണെന്നും ഏത് സാഹചര്യത്തിലും അവരോട് മാന്യമായും സ്നേഹത്തോടെയും പെരുമാറണമെന്നും MA ബേബി ഓർമ്മിപ്പിച്ചു. താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധം മുറിഞ്ഞു പോകുന്നത് പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്നും വിമർശനങ്ങളെയും സ്വയം വിമർശനങ്ങളെയും പാർട്ടി പ്രോത്സാഹിപ്പിക്കണമെന്നും MA ബേബി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കെതിരെ പാർട്ടി സെക്രട്ടേറിയറ്റ് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളിയെ ഇതിലും ശക്തമായ ഭാഷയിൽ വിമർശിക്കേണ്ടതായിരുന്നു എന്നൊരു വിലയിരുത്തൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി നടത്തിയെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. പിണറായി വിജയന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് നടന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ അസത്യമാണെന്ന് MA ബേബി പറഞ്ഞു. കേരളത്തിലെ നേതൃപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെന്നും അത് പോളിറ്റ് ബ്യൂറോയെ അറിയിച്ചപ്പോൾ ഓൺലൈൻ മീറ്റിംഗിലൂടെ എല്ലാവരും ചേർന്ന് ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നുവെന്നും MA ബേബി പറഞ്ഞു. ഇവിടെ MA ബേബി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസുകാർ അവരുടെ ഭാര്യ അല്ലെങ്കിൽ മകൻ, മകൾ ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തുമ്പോൾ മാധ്യമങ്ങൾ അത് പ്രശ്നമാക്കാറില്ല. പക്ഷേ CPMകാർ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുമെന്ന്. അതിനൊരു കാരണമുണ്ട്. കോൺഗ്രസിനെ കാണുന്നത് പോലെയോ UDFനെ കാണുന്നത് പോലെയോ വിലയിരുത്തുന്നത് പോലെയോ അല്ല നമ്മൾ CPMനെ കാണുന്നതും വിലയിരുത്തുന്നതും. CPM എന്ന പ്രസ്ഥാനത്തിന് ഒരു ആദർശമുണ്ട്, ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് അണുവിട നിങ്ങൾ വ്യതിചലിക്കുമ്പോൾ അത് ജനങ്ങൾ ഓർമ്മിപ്പിക്കും. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കുകയും ചെയ്യും. കോൺഗ്രസ് UDF എന്ന് പറയുന്നത് അതൊരു ആൾക്കൂട്ട പാർട്ടിയാണ്. ആര് വേണമെങ്കിലും വരും, പോകും, സ്ഥാനാർത്ഥികളാകും, കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കും. പക്ഷേ CPM CPI പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല.
ആ കീഴ്വഴക്കം നിങ്ങൾ തെറ്റിക്കുമ്പോഴാണ് അതിനെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. അവിടെ നിന്ന് ആ ആശയത്തിൽ വെള്ളം ചേർക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വത്തെ പൊളിച്ചെഴുതാൻ ശുദ്ധികലശം വേണമെന്ന് വലിയൊരു വിഭാഗം ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ തയ്യാറാകാത്തിടത്തോളം കാലം നിങ്ങളെ തിരുത്താൻ ഇവിടുത്തെ ജനങ്ങൾ മുൻകൈ എടുക്കും എന്നുള്ളതാണ് നേതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്. 3ാം ടൈം ഭരണം പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് MP ഗോവിന്ദന്റെ പ്രതികരണം. ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നും 3ാം പിണറായി സർക്കാർ വരും എന്നായിരുന്നു പൊതു കേരളത്തിന്റെ ബോധം. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ട്. ജനക്കൂട്ടത്തിന്റെ ചിന്താഗതിയിലേക്ക് പാർട്ടി മാറി. പാർട്ടി എന്നത് വെറുതെ PB ചേരാനും കമ്മിറ്റി ചേരാനും ഉള്ളതല്ല, അതിലെ ഉള്ളടക്കമാണ് പ്രസക്തമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നും അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ നേരിടുന്ന പരിമിതികളെയും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആക്രമണത്തെയും ജനങ്ങളിലേക്ക് പൊതുബോധമായി എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നും MP ഗോവിന്ദൻ പറഞ്ഞു. MP ഗോവിന്ദൻ ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ തോൽവിയെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആ പാർട്ടി സെക്രട്ടറി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ പകുതി ആശ്വാസം പാർട്ടിക്ക് കിട്ടും. പാർട്ടി പ്രവർത്തകരും അണികളും താഴെ തട്ടിലെ നേതാക്കളും ഒക്കെ ഇതുതന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും MP ഗോവിന്ദനും മാറി നിൽക്കണം. തെറ്റ് തിരുത്തും എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ തെറ്റുകളെയൊക്കെ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നേതൃത്വത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തെറ്റ് തിരുത്താൻ നിങ്ങൾ തയ്യാറാണോ എന്ന്, അതായത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ തന്നെ സമ്മതിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളത് തിരുത്താൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം തയ്യാറല്ല. അപ്പോഴും നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നും സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിൽ ഞാനും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ വിജയനും ഇരിക്കും എന്ന് തന്നെയാണ് MP ഗോവിന്ദന്റെ ധാർഷ്ട്യം. എന്നാൽ നിങ്ങളുടെ ഈ ധാർഷ്ട്യം ഇവിടുത്തെ ജനങ്ങൾ തന്നെ തിരുത്തിക്കും. അധികകാലം നിങ്ങൾ ഈ കസേരയിൽ ഇരുന്ന് മുൻപോട്ട് പോകില്ല. പിണറായി വിജയനെയും തന്നെയും മാറ്റിക്കളയാം എന്നതെല്ലാം വ്യാമോഹം മാത്രമാണ്, നടക്കാൻ പോകുന്നില്ല എന്നാണ് ഗോവിന്ദൻ വലിയ മാസ് ഡയലോഗ് അടിച്ചത്. മാസ് ആകാൻ നോക്കിയതാണെങ്കിൽ നിങ്ങൾ വെറും ആസായി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ പാർട്ടി സെക്രട്ടറി കസേരയൊന്നും നിങ്ങളുടെ കുടുംബത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല, അതൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു അടയാളമാണ്. ആ അടയാളം എന്ന് പറയുമ്പോൾ പാർട്ടിയെ നയിക്കേണ്ടത് കെൽപ്പുള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾ അട്ടർ വേസ്റ്റാണ്, പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും. അട്ടർ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പരാജയമാണ്. ഇതുവരെ എത്രയോ മഹാരഥന്മാർ ഇരുന്ന ഒരു കസേരയാണത്. അവിടെയാണ് ഒരു ബഫൂണ് കയറിയിരിക്കുന്നത്. പറയാതെ ഒരു നിവൃത്തിയുമില്ല. MP ഗോവിന്ദൻ എന്ന് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അന്നൊരു മാറ്റം വരും. അതിന് ഇവിടുത്തെ പ്രവർത്തകരും അണികളും നേതാക്കന്മാരുമാണ് മുൻകൈ എടുക്കേണ്ടത്. ഈ അട്ടർ വേസ്റ്റിനെ എല്ലാം ചവിട്ടി പുറത്താക്കുക. എന്തായാലും അധികം മുൻപോട്ട് പോകില്ല. അധികം ഗുണ്ടായിസം ഒന്നും MP ഗോവിന്ദനും കാണിക്കേണ്ട. കാരണം ഈ കസേരയിൽ നിന്ന് ഞങ്ങളെ ഇറക്കിക്കളയാമെന്ന് ഒരുത്തനും കരുതണ്ട എന്നൊക്കെയുള്ള ഡയലോഗടിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് 8ആയി മടക്കി പോക്കറ്റിൽ ഇട്ടോണ്ടാൽ മതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.